ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, എനർജീസ് എല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ല റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. നിങ്ങളുടെ സോൾ മെസ്സേജസ്, നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു മെസ്സേജസ് എന്തൊക്കെയാണ് നമ്മളോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു മെസ്സേജസ് എന്തൊക്കെയാണ്. സോ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. സോ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിരിക്കുന്നത് 2 of Wands ആണ് നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലോ ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിലാണെന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അവർക്ക് അവരുടെ ഒരു സ്റ്റഡീസ് ആയിരിക്കാം അല്ലെങ്കിൽ കരിയറിലായിരിക്കാം ഒട്ടും തന്നെ ശ്രദ്ധിക്കാനായിട്ട് കഴിയുന്നില്ല. അവർ തികച്ചും ഒറ്റപ്പെട്ടതുപോലെയുള്ളൊരു ഫീലിങ്സ് അവർക്കുണ്ട്. അപ്പോൾ അവരുടെ പല സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് നിങ്ങളെ അവഗണിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ലൈഫിൽ എത്രത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആയിരുന്നുവെന്ന്. ആ വ്യക്തി ആ ഒരു കാര്യം നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളില്ലാതെ അവർ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും നിങ്ങൾക്ക് പകരമാകുന്നില്ല എന്ന് അവർ നിങ്ങളോട് പറയുകയാണ്. നേടിയെടുത്തത് എല്ലാം അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യവുമില്ലാത്ത പോലെയുള്ള ഒരു ഫീലിങ്സ് ആണ് അവർക്കുള്ളത്. നിങ്ങളുമായിട്ടുള്ള ഒരു സ്പിരിച്വൽ റീയൂണിയൻ ഇപ്പോഴും ആ വ്യക്തിയിൽ ഉണ്ട്. അതായത് സ്പിരിച്വലി നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. എപ്പോഴും നിങ്ങളുടെ ഒരു ഫീലിങ്സ് അവരറിയുന്നുണ്ട്. നിങ്ങളുടെ ഒരു പ്രസൻസ് അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുമായിട്ട് എപ്പോഴും സ്പിരിച്വലി കണക്റ്റ് ആവുന്നുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളുടെ ഇമോഷൻസ് അതുപോലെ തന്നെ എല്ലാം അറിയാനായിട്ട് കഴിയുന്നുണ്ട് എന്ന് അവർ നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ബെറ്റർ ലൈഫ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ടാകാം. അതിന് വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വമായിട്ട് നിങ്ങളിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോയതാകാം. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവരിപ്പോൾ ഈ ഒരു സെപ്പറേഷനിലൂടെ കടന്നു പോകുന്നത് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. തീർച്ചയായിട്ടും അവർ ചിന്തിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളെ അവർ അറിയിക്കുന്നതിൽ അവർ വിജയിക്കുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. മീൻസ് അവരെ എത്രയും വേഗം ആ ഒരു ട്രൂത്ത് നിങ്ങളോട് പറയാനായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തും. മേ ബി ആ ഒരു സമയത്തോടെ തന്നെ നിങ്ങളുടെ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് എല്ലാം ഇല്ലാതാകും. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും അത് ആ വ്യക്തിയായിട്ട് തന്നെ അറൈസ് ചെയ്യും. ആ വ്യക്തി അതിനായിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അവർ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിന്റെ പ്രകാശം തന്നെ നിങ്ങളാണ്. അവരുടെ ജീവിതത്തിന് ഒരു വഴികാട്ടിയാണ് നിങ്ങൾ. നിങ്ങളില്ലാതെ അവരുടെ ജീവിതം ഒരു ഡാർക്കാണ്, അല്ലെങ്കിൽ ഒരു ഡാർക്ക്നെസ്സിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുമുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു പ്രണയം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് ഈ വ്യക്തിയിൽ നിന്നുള്ള ആ ഒരു പ്രണയം നിങ്ങളിലേക്ക് ഒഴുകിയെത്തും എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത്രത്തോളം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അവർ നിങ്ങളോട് പറയുന്നുണ്ട് ഈ ഒരു സമയത്ത്. അപ്പോൾ 1111 എന്ന ഒരു ഏഞ്ചൽ നമ്പറോ അല്ലെങ്കിൽ
111 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പറോ റെയിൻബോ സൈൻസോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു മാറ്റങ്ങൾ, ഈ പറഞ്ഞ മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവർക്ക് നിങ്ങളൊരു പാഷനാണ്, അത്രത്തോളം ആഴത്തിലാണ് അവർ നിങ്ങളെ പ്രണയിക്കുന്നത്. അവരുടെ ഉള്ളിൽ നിറയെ നിങ്ങൾക്കുള്ള ഒരു പ്രണയമാണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു നിമിഷം പോലും അവർക്കില്ല. നിങ്ങളുമായിട്ട് മീറ്റ് ചെയ്യുന്ന ആ ഒരു നിമിഷം അല്ലെങ്കിൽ ആ ഒരു ടൈം നോക്കി ഈ വ്യക്തി കാത്തിരിക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിടരുന്നുണ്ട്. അത്രത്തോളം ആ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നു. അങ്ങനെ ആ വ്യക്തിയുടെ ഒരു ഇമോഷൻസ് എല്ലാമാണ് അവരിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. അവർ തീർച്ചയായിട്ടും മുന്നോട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുന്നുണ്ട്, പക്ഷേ അതിനെ കുറച്ച് തടസ്സങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു തടസ്സം ആണ് അവരുടെ മുന്നിൽ ഉള്ളതെങ്കിലും ആ ഒരു തടസ്സം ഈ വ്യക്തി മറികടക്കും. ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റെപ്പ് ഈ വ്യക്തി മുന്നോട്ടെടുക്കും എന്ന് തന്നെയാണ് ഈ വ്യക്തിയോട് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. മേ ബി അതിനുള്ള ഒരു പോസിറ്റീവ് സയൻസ് വരും നിങ്ങളുടെ മുന്നിൽ, ചിലപ്പോൾ വന്ന് കിട്ടും. ആ ഒരു പോസിറ്റീവ് സയൻസ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ വരും ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് ആ ഒരു പോസിറ്റീവ് സയൻസ് നിങ്ങളുടെ മുന്നിൽ വന്നു ചേരും എന്ന് നിങ്ങൾ അറിയുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് സോൾ മെസ്സേജസ് ലിസ്റ്റ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. Soul messages from your person. Okay. Soul messages from your person. ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. Soul messages from your person. ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് മെസ്സേജ് നോക്കാം. ഫസ്റ്റ് മെസ്സേജ്, അവർ റിലേഷൻഷിപ്പ് ഇൻസ്പയർഡ് അസ് ടു ഗ്രോ ഇൻ ലൈഫ്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും വന്നതിന് ശേഷം ലൈഫിൽ വളരണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേടണം എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത് ഈ ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നാണ് ഈ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. യു മേക്ക് മീ ഫീൽ ദാറ്റ് ഐ ആം എലൈവ്. ഓക്കെ, നിങ്ങളാണ് അവർക്കൊരു ഫീൽ കൊടുത്തത്, അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നാണ്. കാരണം ഒത്തിരി പ്രശ്നങ്ങളിലൂടെ പോയൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളൊരു ഒരു ഫീല് കൊടുത്തത് നിങ്ങളാണ് എന്ന് അവർ പറയുകയാണ്. വി എൻജോയ് മേക്കിംഗ് പ്ലാൻസ് ഫോർ അവർ ഫ്യൂച്ചർ ടുഗെദർ. ഓക്കെ, നമ്മളുടെ ഫ്യൂച്ചറിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു ഡ്രീംസ് ഒക്കെ ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്ത് അതിൽ നമ്മൾ സന്തോഷിക്കും എന്നാണ് വ്യക്തി നിങ്ങളോട് പറയുന്നത്. ഐ ക്യാൻ നെവർ ഫീൽ ബോർഡ് വെൻ വി ആർ ടുഗെദർ. എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല, ബോറായിട്ട് തോന്നിയിട്ടില്ല നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത്, നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് ഒരിക്കലും അവർക്ക് ബോറായിട്ട് തോന്നിയിട്ടില്ല എന്നാണ് പറയുന്നത്. യു ഹാവ് ടോട്ട് മീ ഹൗ ടു ബി എ ജെൻറ്റിൽ ആൻഡ് പീസ് ലവിങ് പേഴ്സൺ. ഓക്കെ, നിങ്ങളാണ് അവരെ പഠിപ്പിച്ചത് ഒരു ജെൻറ്റിൽമാൻ ആയിരിക്കാനും അതുപോലെ ഒരു സമാധാനവും സ്നേഹവും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ നിങ്ങളെ ടീച്ച് ചെയ്തത് അവരെ ടീച്ച് ചെയ്ത് നിങ്ങളാണ്. അതൊക്കെയാണ് കാര്യങ്ങളൊക്കെ. ഈ ഒരു ലവബിൾ പേഴ്സൺ ആയിട്ടിരിക്കാനും സമാധാനം കൊണ്ടുവരുന്ന ഒരാളായി, ചിലപ്പോൾ ഒരു വ്യക്തി വളരെ ദേഷ്യം പിടിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരുന്നായിരിക്കും. അപ്പം നിങ്ങളാണ് അവരെ പഠിപ്പിച്ചത്, ഒരു സമാധാനത്തിന്റെ വഴിയിലേക്ക് വരാൻ പഠിപ്പിച്ചൊരു വ്യക്തി നിങ്ങളാണെന്ന് പറയുകയാണ്. ഐ ലവ് ദ വേ യു സ്മൈൽ ആൻഡ് മേക്ക് മീ ഫീൽ ദാറ്റ് നത്തിങ് ക്യാൻ ഗോ റോങ്. ഓക്കെ, നിങ്ങളുടെ കൂടെ ആയിരിക്കുന്ന നിങ്ങളുടെ ആ ഒരു പുഞ്ചിരി കാണുമ്പോൾ തന്നെ അവരുടെ ലൈഫിൽ എന്ത് കാര്യങ്ങളുണ്ടായാലും അതൊന്നും റോങ് ആയിട്ട് നടക്കില്ല എന്നൊരു ഫീല് അവർക്ക് കിട്ടിയിരുന്നു എന്ന് അവർ പറയുകയാണ്. When I am with you, I feel safe from the things that hurt me inside. അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ആ ഒരു വിഷമങ്ങളും അവരെ ഹേർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു വിഷമങ്ങളെല്ലാം എല്ലാം മറന്നിട്ട് അവർ സേഫ് ആയിട്ടൊരു സ്ഥലത്താണ് എന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് അവർക്ക് ആ ഒരു ഫീൽ കിട്ടിയിരുന്നു. എവറി മൊമെന്റ് സ്പെൻഡ് വിത്ത് യു ഈസ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ ഡ്രീം കം ട്രൂ. ഓക്കെ, നിങ്ങളോട് ഒപ്പം ചിലവഴിച്ച ഓരോ നിമിഷവും അവർക്ക് അവരുടെ ഒരു ഏറ്റവും മനോഹരമായൊരു സ്വപ്നം യാഥാർത്ഥ്യമായതുപോലെയുള്ള ഒരു ഫീലിങ്സ് ആണ് അവർക്ക് കിട്ടിയിരുന്നത് എന്നവർ ഈ സമയത്ത് പറയുകയാണ്. അപ്പോൾ ഇത്രയും മെസ്സേജസ് ആണ് നിങ്ങളുടെ പേഴ്സണൽ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. ഇനി ക്ലോസ് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ, ഫസ്റ്റ് ലോങ് ഹെയർ എന്നാണ് ഒരു ക്ലൂ ആണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങളുടെ പേഴ്സണൽ ഹെയർ ലോങ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയർ ലോങ് ഹെയർ ആയിരിക്കാം. അക്കൗണ്ടന്റ്, സാമ്പത്തികപരമായ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ. 24 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. 7 ഡേറ്റ്സ് വീണ്ടും ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. യെല്ലോ കളർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറായിരിക്കും യെല്ലോ കളർ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ഇഷ്ടമുള്ള കളറായിരിക്കും. സോഷ്യൽ മീഡിയ വഴിയൊക്കെ പരിചയപ്പെട്ട ആളുകളായിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം നിങ്ങളുടെ ഈ ഒരു കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു.
ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ എന്ന് വിചാരിക്കുന്നു. 2002 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ. 1982 എന്ന് പറയുന്ന വർഷം കിട്ടിയിട്ടുണ്ട്. ഡിസംബർ മന്ത്, ഓക്കെ, വീണ്ടും ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 2005, 1987, ലെറ്റർ M, വൈറ്റ് കളർ. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വൈറ്റ് കളറിനോട് ഇത്തിരി അട്രാക്ഷൻ തോന്നുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ റെയിൻബോ സൈൻസ് ഒക്കെ പറഞ്ഞതുപോലെ വൈറ്റ് കളറിനോട് വൈറ്റ് ഫെതേഴ്സ് ഒക്കെ കാണുന്നുണ്ടാകാം നിങ്ങൾ. ലെറ്റർ Z, 55 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. സെപ്റ്റംബർ മന്ത്, 53, 1976, ലെറ്റർ U, എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നിന്ന ആളുകളായിരിക്കും നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ എറണാകുളം ഡിസ്ട്രിക്റ്റിന് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, 11. ഓക്കെ, ഈ ഒരു ഏഞ്ചൽ നമ്പർ വളരെ പ്രധാനപ്പെട്ട ഒരു ഏഞ്ചൽ നമ്പറാണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന്. ഇത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വരുന്നു. ഈ ഒരു റീഡിങ് നിങ്ങളുമായിട്ട് വളരെയധികം റെസനേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 1995 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. ലെറ്റർ P കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ക്ലൂസാണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.